വാർത്താമഴയിലേക്ക് തിരികെ ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ആദ്യം ചിന്നക്കനാൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ മാത്യു കുഴനാടൻ MLA യുടെ മൊഴിയെടുക്കും. നാളെ രാവിലെ വിജിലൻസിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു സുരേഷ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ സെപ്റ്റംബറിനാണ് വിജിലൻസ് മാത്യു കുഴൽനാടനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. 3 മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ പ്രാഥമിക റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 4 മാസം പിന്നിടുമ്പോഴും അദ്ദേഹത്തിന് നോട്ടീസ് പോലും നൽകാൻ നിലവിൽ വിജിലൻസ് തയ്യാറായിരുന്നില്ല. പക്ഷേ അതിന് വിരാമമായിരിക്കുന്നു. ഇന്നാണ് വിജിലൻസ് മാത്യു കുഴൽനാടന് നോട്ടീസ് നൽകിയത്. നാളെ 11 മണിക്ക് തൊടുപുഴയിൽ വിജിലൻസ് ഓഫീസിൽ ഹാജരായി മൊഴി നൽകണം എന്നുള്ളതാണ് ആവശ്യം. അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചിന്നക്കനാലിൽ 1 ഏക്കർ 14 സെന്റ് സ്ഥലം വാങ്ങിയ റിസോർട്ട് നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് വാങ്ങിയതിൽ ക്രമക്കേട്, അതോടൊപ്പം തന്നെ നികുതി അടച്ചതിലുള്ള തട്ടിപ്പ്, അത്തരം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരാതിയാണ് LDF-ന്റെ ഇടുക്കി ജില്ലാ നേതൃത്വം നൽകിയത്. അതിനൊരു പ്രാഥമിക അന്വേഷണം ആദ്യം വിജിലൻസ് നടത്തിയിരുന്നു. തുടർന്നാണ് ഇതിലൊരു വിശദമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ആവശ്യം അംഗീകരിക്കുകയും ചെയ്തത്. കോട്ടയം വിജിലൻസ് SP റേഞ്ചർ SP വിനോദിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും നാളെ മൊഴിയെടുക്കുക. നേരത്തെ ഈ മാസപ്പടി വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ വീണ്ടും മാസപ്പടി ഒരിക്കൽ കൂടി ചർച്ചയാവുന്ന ഘട്ടത്തിൽ മാത്യുവിന് നോട്ടീസ് നൽകിയത് രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഉന്മേഷ്. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന്.